ഒരു ദൈവമനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ളത്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ എന്നുള്ളത്. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നാം എല്ലാവരും കർത്താവിന്റെ ബലവും ശക്തിയിലും വളരേണ്ടവരാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന്. ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ടോ അത്രയും പേരെ പൗലോസ് വിളിച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത്. നിങ്ങൾ ബലപ്പെടണമെന്നും ശക്തിപ്പെടണമെന്നും. ആരൊക്കെയാണ് പൗലോസ് വിളിക്കുന്നത്? എഫെസ്യർ 5:22 ഭാര്യമാരെ, 25-ാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാരെ എന്ന് വിളിക്കുന്നു. 6:1 മക്കളെ എന്ന് വിളിക്കുകയാണ്. 6:4 പിതാക്കന്മാരെ എന്ന് വിളിക്കുന്നു. 6:5 ദാസന്മാരെ എന്ന് വിളിക്കുകയാണ്. 6:9 യജമാനന്മാരെ എന്ന് വിളിക്കുന്നു. ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ടോ അത്രയും പേരെ പൗലോസ് വിളിച്ചിട്ടാണ് ഇപ്രകാരം പറയുന്നത്. അതെ, നമ്മുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട്? നാം എല്ലാവരും ആത്മാവിന്റെ ശക്തിയും ബലവും പ്രാപിച്ച് മുൻപോട്ട് പോകേണ്ടവരാണ്. ഒരു കുടുംബത്തിൽ നിന്നാണ് ശക്തരായ ശുശ്രൂഷകർ പുറത്തു വരുന്നത്. ഒരു പ്രാർത്ഥനാവീരനാകട്ടെ, വിശ്വാസവീരനാകട്ടെ, സുവിശേഷകനാകട്ടെ, പ്രവാചകനാകട്ടെ, അപ്പോസ്തലനാകട്ടെ, ഒരു കുടുംബത്തിൽ നിന്നാണ് ഇവരൊക്കെ പുറത്തു വരുന്നത്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ തിമോത്തിയോസിന്റെ കുടുംബത്തെ പൗലോസ് ഇപ്രകാരം പറയുന്നു, നിന്റെ അമ്മയിലും നിന്റെ വല്യമ്മയിലുള്ള വിശ്വാസം നിന്നിലും ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു. ശക്തനായ തിമോത്തിയോസ് പുറത്തു വന്നത് ഒരു വിശ്വാസ കുടുംബത്തിൽ നിന്നാണ്. മോശയുടെ അമ്മയപ്പന്മാർ വളരെ വിശ്വാസമുള്ളവരായിരുന്നു. അവർ വിശ്വാസത്താലാണ് മോശയെ സൂക്ഷിച്ചു വെച്ചത്. അതുപോലെ തന്നെ ശൗമേൽ പ്രവാചകൻ ഒരു പ്രാർത്ഥനാവീരനാണ്. എങ്ങനെയാണ് ശൗമേൽ പ്രാർത്ഥനാവീരനായി മാറിയത്? തന്റെ അമ്മയായ ഹന്ന വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. അതെ പ്രിയരെ, നമ്മുടെ കുടുംബവും അങ്ങനെ ആകട്ടെ. കർത്താവിനെ സേവിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുമ്പോൾ, കർത്താവിന്റെ ബലവും ശക്തിയും പ്രാപിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ശക്തന്മാർ കർത്താവിന്റെ നാമത്തിനു വേണ്ടി പുറത്തു വരട്ടെ എന്ന്